സലൂൺസിലെ ഹെയർ കട്ട് ആൻഡ് ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ കണ്ടിട്ട് ഹെയർ കട്ട് പ്ലാൻ ചെയ്യുകയാണോ നിങ്ങൾ? അങ്ങനെ നിങ്ങൾ ഹെയർ കട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ ദുഃഖിക്കും. നിങ്ങളുടെ ഹെയർ സ്ട്രെയിറ്റ് ആൻഡ് ഫൈൻ ടെക്സ്ചേർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഹെയർ കട്ട്സുകൾ എന്ന് പറയുന്നത് 0 ഡിഗ്രി ഹെയർ കട്ട്സുകളായിരിക്കണം. കാരണം നിങ്ങളുടെ ഹെയറിൽ വേറെ എന്ത് ടൈപ്പ് ഓഫ് ലേ ഹെയർ കട്ട്സുകളൊന്നും ചെയ്ത് കഴിഞ്ഞാൽ വിസിബിൾ ആയിരിക്കില്ല, അൺഈവൺ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. വൺ ലെങ്ത് വേരിയേഷൻ അഥവാ നാച്ചുറൽ ഫോൾ, യു വി, പിക്സി ഹെയർ കട്ടുകളായിട്ടുള്ള ബ്ലെൻഡ് കട്ട്, ക്ലാസിക് ബോബ്, ഗ്രാജുവേറ്റഡ് ബോബ്, വെർട്ടിക്കൽ ലേയേഴ്സ്, ഗ്രാജുവേറ്റഡ് ലേയേഴ്സ് ഒക്കെ പോലെയുള്ള ഹെയർ കട്ട്സുകൾ ചൂസ് ചെയ്യുന്നതായിരിക്കും സ്ട്രെയിറ്റ് ഹെയർ ആയിരിക്കും നല്ലത്. ഇനി നിങ്ങളുടെ ഹെയർ നാച്ചുറലി വേവി ആണെന്നുണ്ടെങ്കിൽ ലേ ഹെയർ കട്ട്സുകൾ നിങ്ങൾക്കുള്ളതാണ്. ലേ ഹെയർ കട്ടുകളിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഹെയർ കട്ടുകൾ എന്ന് പറയുന്നത് നാച്ചുറൽ ഇൻവേർഷൻ, സ്ക്വയർ ലേയേഴ്സ്, റൗണ്ട് ലേയേഴ്സ്, ഫോർവേഡ് ഗ്രാജുവേഷൻ, ബട്ടർഫ്ലൈ കട്ട്, വൂൾഫ് കട്ട്, ഫോക്സ് കട്ട്, ഇങ്ങനെയുള്ള ഹെയർ കട്ട്സുകളായിരിക്കും. നിങ്ങളുടെ ഹെയർ കേളി ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെയർ കട്ടുകൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കേളി ഹെയറിൽ നമ്മൾ 1 ഇഞ്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇഞ്ച് ബൗൺസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഷോർട്ട് പിക്സി ഹെയർ കട്ടുകൾ ചേരണം എന്നില്ല. നമ്മൾ എപ്പോഴും ഹെയറിൻ്റെ വെയിറ്റ് കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഹെയർ കട്ടുകൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. കാരണം നിങ്ങളുടെ ഹെയറിൽ നോർമലി ഹെയർ കട്ട്സുകൾ വിസിബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 1 ലെങ്ത് വേരിയേഷൻ, നാച്ചുറൽ ഫോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് ലേയേഴ്സ് പോലുള്ള ഹെയർ കട്ട്സുകൾ ചൂസ് ചെയ്യാം. അപ്പോൾ മറ്റുള്ളവരിൽ നിന്നും വെറുതെ മിസ്ഗൈഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫോളോ ചെയ്യാം.